നിസ്കാരത്തിൽ ആമീൻ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 89-ാമത്തെ ആയത്തിൽ ഫഖദ് ഉജീബത് ദഅവതുകുമ, ഫിറഔനെതിരെ മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാം ആമീൻ പറഞ്ഞു. നിങ്ങളുടെ രണ്ട് പേരുടെയും ദുആ സ്വീകരിക്കപ്പെട്ടു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇസ്തജിബ് യാ അല്ലാഹ്, അല്ലാഹുവേ നീ ഉത്തരം ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം. വലല്ലാലീൻ എന്ന് ഇമാം ഓതി കഴിഞ്ഞാൽ റബ്ബി ഗ്ഫിർലി ആമീൻ റബ്ബൽ ആലമീൻ എന്ന് കൂടി ചേർക്കൽ സുന്നത്താണ്. അവിടെ ഒന്നിച്ചു തന്നെ ദുആ നടക്കുമ്പോൾ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അമ്മനൽ ഇമാം ഫഅമിനു ഫഇന്നഹു മൻ വാഫഖ തഅമീനഹു തഅമീനൽ മലായിക ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാം ആമീൻ പറയുന്നു, ഒപ്പം തന്നെ മഅമൂം ആമീൻ പറഞ്ഞാൽ മലക്കുകളുടെ പ്രാർത്ഥനയോടൊപ്പം അത് ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം, ഒന്നിച്ചു ചെയ്യണം എന്ന് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യം ഈ ആമീൻ മാത്രമാണുള്ളത്. അങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇബ്നു സുബിക്ക് അവിടുത്തെ അൽ അഷ്ബാഹ് വൻ നദായിൽ പറയുന്നത് കാണാം, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാനുള്ളത് കാരണമാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഈ യഹൂദികൾക്ക് വലിയ ശത്രുതയാണ് ഈ ഒന്നിച്ചുള്ള ആമീനും ജുമായും അതുപോലെ മുസ്ലിങ്ങളുടെ ഈ ഖിബലയും ഒക്കെ. അങ്ങനെ അല്ലാഹു തആല പ്രത്യേകം നമുക്ക് നൽകിയ ഒരു വരദാനമാണ് ആമീൻ എന്നത്. അത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ.